ഞങ്ങൾ നെഗറ്റീവ്സ് ഒന്നും ഉൾപ്പെടാൻ ചെയ്യാറില്ല. പോസിറ്റീവാണ്. ജാഥ ജനങ്ങളോട് സംവേദിച്ച് മുമ്പോട്ടേക്ക് പോവാണ്. അത് അതിൻ്റെതായ ഗൗരവം തന്നെ 18-ാം തീയതി വരെ തുടർന്ന് അങ്ങോട്ടും ഈ ഒരു ആശയം അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിനെ തടയാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല. അമിത്ഷാനെ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എനിക്ക് അമിത്ഷാ വന്നാലും ആര് വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അല്ല അത് എന്തായാലും സുധാകരൻ ചോദിച്ചോളൂ നട്ടലുണ്ടോ? 1000 പ്രാവശ്യം നട്ടലുണ്ട്. ശരി, നിങ്ങളെന്താ വിചാരിച്ച് ഇതെല്ലാം കേട്ടിട്ട് തൂളി പോകുന്നതാണ്. വളരെ ആവേശത്തിലാണ് മടങ്ങുന്നത്. കാരണം നല്ല പ്രതികരണം തുടങ്ങി അതിന്റെ പച്ച മലയാളം. നിങ്ങൾ കാണുന്ന ചിത്രമൊന്നുമല്ല കേരളത്തിന്റെ ചിത്രം. കേരളം ഇത് ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജാഥ സ്വീകരണം ഇനി ഗംഭീരവും, ഇതിനേക്കാളും ഗംഭീരവും, ഇപ്പൊ നിലവിലുള്ളതിനേക്കാളും ഗംഭീരവും. നിങ്ങളെ തിരക്കഥയൊന്നും ഇവിടെ ഏശാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തിരക്കഥയല്ല, ഇനി അതിന്റെ അപ്പുറത്ത് വേറെ കഥയും നിങ്ങളുണ്ടാക്കിയാൽ അതൊന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. പിന്നെ പത്രവും മാധ്യമവും പറഞ്ഞതല്ലേ, വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൽ അപ്പുറവും കാണാനുള്ള ശേഷി ഉള്ളതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുന്നത്, ഭൂജന പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അതാണ് പറയാനുള്ളത്. സുധാകരൻ പറഞ്ഞതും അതുപോലെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞതും മുഖവിലക്കെടുക്കുകയാണ്. ആവശ്യമായ നിയമപരമായ നിലപാട് സ്വീകരിക്കും.